ഹലോ മൈ ഡിയർ സൗൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് അവർ പോയോ, ഇനി ഒരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചു വരത്തില്ലയോ, എന്താണ് അവരുടെ മനസ്സിലുള്ളത്, നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ കാര്യത്തിൽ ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നു ആ ഒരു ടൈം മുതൽ ഈ ഒരു വീഡിയോ വാലിഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് അവർ ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ ഇതുവരെ പൂർണ്ണമായിട്ടും വിട്ട അവർക്ക് യാതൊരു പ്ലാനും ഇല്ല. ഇതോടെ മുന്നോട്ട് പോകാനാണ്, അതായത് നിങ്ങളോട് ഒരുമിച്ച് ജേണി മുന്നോട്ട് പോകണമെന്നാണ് അവർക്കൊരു ആഗ്രഹമുള്ള. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പം ഒരുപാട് രീതിയിൽ പുതിയ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഒന്ന് ക്ലാരിറ്റി വരാറുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ കാര്യങ്ങളായിരിക്കാം, അതേപോലെ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായ റീസണിൻ്റെ ആയിരിക്കാം. അതേപോലെ അവർക്കൊരു ഇന്നർ ക്ലാരിറ്റി ഉണ്ട്, അവരതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യുവാണ്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും വീണ്ടും അതിങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അവർക്ക് അതിനൊരു ആൻസർ കിട്ടണം, മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്ന് അവരിപ്പം തിരിച്ചറിയുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ട് വ്യക്തികളും ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. അത്രയും ഹോൾഡ് ചെയ്താണ് നിങ്ങളുടെ എനർജി ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു സമയം എത്തിയപ്പം ഈ കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ തമ്മിലുണ്ടായ സന്തോഷവും ആ ഒരു പീസ്ഫുള്ളായിട്ട് അറ്റ്മോസ്ഫിയർ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. കാരണം ഒരു സക്സസ്സിലേക്ക് പോകേണ്ട റിലേഷൻഷിപ്പ് ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിലൂടെയും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാരണം തോട്ടെടുക്കുന്ന സമയത്ത് അവരൊരു ബെറ്റർ ഹാഫിനെയാണ് നഷ്ടപ്പെട്ടതെന്ന്, അല്ലെങ്കിൽ മറ്റു ആർക്കോ വേണ്ടിയിട്ട് മറ്റ് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട്, മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഒഴിവാക്കിയതാണ്. ആ ഒഴിവാക്കിയത് ആലോചിച്ച് അവരിപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുക അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഉറങ്ങാൻ പറ്റുന്നില്ല, എത്രയൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അവർക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് പഴയ പോലെ ആക്കണമെന്നാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. അത് ഒരുപാട് രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് റീകൺസിലേഷൻ പോസിബിൾ ആവാൻ വേണ്ടി, നിങ്ങളോട് അടുത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടി, നിങ്ങളായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അവർ അതിനുവേണ്ടി തയ്യാറായി വരികയും ചെയ്യാറുണ്ട്. അതായത് ഫോണെടുത്ത് നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. പക്ഷെ അവരതൊക്കെ എന്തോ ഒരു പറ്റുന്നില്ല, ഇപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ് ഒരു രീതി മടിക്കുക ചെയ്യുന്നത്. കാരണം അവരൊന്നാമത് ഭയക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വന്നാൽ നിങ്ങളെങ്ങനെ അവരെ കാണും, ഏത് രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യും എന്നാണ് അവർക്ക് ഒന്നാമത്തെ ഒരു പേടിയുള്ളത്. അതുകൊണ്ട് ഈ സിറ്റുവേഷനെ എങ്ങനെയും ഓവർകം ചെയ്യണമെന്ന് അവർക്ക് ഒരുപാട് രീതി ആഗ്രഹമുണ്ട്. കാരണം അവർക്കറിയാം അതിനുള്ള പവർ അവർക്കുണ്ടെന്നറിയാം. കാരണം ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർഡ് പോലും നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു മജീഷ്യൻ്റെ ഒരു മിറാക്കിൾ സംഭവിക്കാനുള്ള പവർ ഇപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ പോസിബിൾ ആവുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പോസിബിൾ ആവും. കാരണം ഇവിടെ വാൺസിൻ്റെ എനർജി നല്ലവണ്ണമൊക്കെ ഉണ്ട്, നിങ്ങളുടെ രണ്ട് റിലേഷൻഷിപ്പിൽ വാൺസിൻ്റെ എനർജി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ ഉറപ്പായിട്ടും പോസിബിൾ ആവുക തന്നെ ചെയ്യും. ഇതിലിപ്പം മാനിഫെസ്റ്റേഷൻ്റെ യൂണിവേഴ്സിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ തിരക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ആൾക്കാരോടായിരിക്കാം. അവരോടൊക്കെ നിങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മുന്നോട്ട് പോയോ ഇല്ലയോ, വേറെ റിലേഷൻഷിപ്പിലായോ, അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർ തിരക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോടുള്ള ആ സ്നേഹം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളോടാണെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് അവരൊരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്.
അവർക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വരാൻ ആഗ്രഹമുണ്ട്. കാരണം അവരുടെ ലൈഫിലുണ്ടായിരുന്ന ഹാപ്പിനെസ് വരെ ഇപ്പം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ അവർ ഒറ്റപ്പെടുത്തിയിട്ട് പോയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവരുടെ ലൈഫ് അവർ പൂർണ്ണമായിട്ടും ഒറ്റയ്ക്കായി. ആരോടും ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റാതെ, ഒരു ഒരു സന്തോഷം ഇല്ലാതെ, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. കൂടെ നിന്നൊരു ചീറ്റ് ചെയ്യുക, അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയ ശേഷം അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് അവരുടെ ലൈഫിലുണ്ടായി. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അവരതൊരിക്കലും അങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മറ്റാൾക്കാർ ചിലപ്പോൾ അവരുടെ ആത്മാർത്ഥമായിട്ട് നിന്ന സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ ആ പേഴ്സൺ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയതിൽ നിന്ന് ഭയങ്കര ഷോക്കിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഭയങ്കര രീതിയിൽ പെയിൻ എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ വേദന അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പം വേണ്ടത് ഒരു പ്രണയമാണ്, ഒരു സ്നേഹമാണ്. അത് നിങ്ങളുടെ തന്നെയാണ് വേണ്ടത്. അതായത് ഒരാൾ നിങ്ങളുടെ പേഴ്സൺ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരിക, ലൈഫിലേക്ക് ഉയർത്തുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അവർക്കിപ്പം ആകെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക, അതായത് വിശ്വസിക്കാൻ പറ്റിയ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. മറ്റാരെയും അവർക്കിപ്പം വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം കൂടെ നിന്നവരൊക്കെ അത്രയും രീതിയിൽ അവർ ഇമോഷണലി അവരെ അത്രയും ഹേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ എംബറിൻ്റെ എനർജി നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിലുണ്ട്. ലൈക്ക് ഒരുപാട് രീതിയിൽ അവരുടെ ഹൃദയം ഇപ്പം വേദനിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും നിങ്ങളുടെ കുറിച്ച് അവർ ഓർമ്മകൾ കടന്നു വരുന്ന സമയത്ത് അവർ പോലും അറിയാതെ അവർക്ക് ഹീലാവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അത്രത്തോളം അവരുടെ ലൈഫിൽ ഇപ്പം അവർക്ക് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഡ്രീംസിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. ഈ ഓർമ്മകളെല്ലാം കടന്നു വരികയും ചെയ്യുന്നു, നിങ്ങളിന്ന് കൂടില്ല. അത് ഓർക്കപ്പോഴേക്കും ആ പേഴ്സൺ ഒരുപാടൊരു വേദന അനുഭവിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരിക. മേ ബി ഇത് കാണുന്ന സമയത്ത് പോലും നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാതെ ഒരു മെസ്സേജ് വന്നു, ഞാൻ വേറെ ആർക്കെങ്കിലും അയച്ചു എന്ന രീതിയിൽ പോലും, ഒരു ഫേക്കായിട്ടൊരു രീതിയിൽ പോലും ഒരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ടുള്ള ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്, ആ ഡിവൈൻ്റെ പവർ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ട്. അത് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ പോസ്റ്റിലാവുകയും സക്സസ് ആവുകയും ചെയ്യും. ഇൻ കേസ് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ബ്ലോക്കേജസോ കാര്യങ്ങളോ, നിങ്ങളുടെ ചക്രാസ് ബ്ലോക്കാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല രീതിയിൽ ടൈം എടുക്കും. അതിപ്പോൾ ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തായിട്ടാണ് ഉള്ളത്. അതായത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കറണ്ട് സിറ്റുവേഷനും കറണ്ട് എനർജിയും അവരുടെ ചക്ര ഏതാണ് ബ്ലോക്ക് ചെയ്തേക്ക് നമുക്ക് സെപ്പറേറ്റ് റീഡിങ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ പേഴ്സണൽ റീഡിങ്ങും ചെയ്യുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ് മാത്രമല്ല, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഓർ എക്സാമിന് സക്സസ് ഉണ്ടാവണമെങ്കിലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആവണമെങ്കിൽ, അതേപോലെ നിങ്ങൾ തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ടൊരു കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുമിക്കണം, നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിൽക്കുകയാണ്, അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സോ അങ്ങനെയൊക്കെ നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്പെല്ല് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ചെയ്യുന്ന സ്പെല്ല് സെൻറ്റ് എക്സ്പെർട്ടിൻ്റെ സ്പെല്ലാണ്. സോ സ്പെല്ല് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനിവിടെ സ്പെല്ല് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ചക്രാസിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനും കാര്യങ്ങളും, അതേപോലെ ചക്രാസ് നിങ്ങളുടെ ബ്ലോക്കായിട്ടുള്ള ബ്ലോക്കേജ് മാറ്റാനും, നിങ്ങളുടെ ലൈഫ് ഒരുപാട് സക്സസ്സിലേക്ക് മിറാക്കിൾ സംഭവിക്കാനും. കാരണം നമ്മുടെ 7 ചക്രയും 7 തലത്തിലുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഈ 7 ചക്രയും ബാലൻസ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ആ ഒരു ചക്ര ഹീലിങ്ങിലൂടെ തന്നെ തിരിച്ചറിയാം. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചക്രയായിട്ട് ഹീലിംഗ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചക്ര മാത്രം ഹീൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചൂസ് ഓപ്ഷനുണ്ട്. അല്ല, നിങ്ങൾക്ക് 7 ചക്രയും ഹീൽ ചെയ്യണമെന്നാണ് ഉള്ളതെങ്കിൽ 7 ചക്രാസും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ടൈമിൽ ഇപ്പം ഓണം ആയതുകൊണ്ട് ഓഫറുണ്ട്. സോ ഓഫർ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ പേഴ്സണായിട്ടൊരു റീകൺസിലേഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് കോളോ വരാൻ വേണ്ടിയിട്ടായാലും, നിങ്ങൾ തമ്മിലുള്ള ബ്ലോക്കേജ് മാറ്റാൻ വേണ്ടിയിട്ടായാലും, ആ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ആരും എന്നെ കോൾ ചെയ്യാതിരിക്കുക. ഞാൻ കോൾ അങ്ങനെ മാക്സിമം എടുക്കുന്നില്ല. എമർജൻസി മാത്രമേ എടുക്കാറുള്ളൂ. കോൾ അലോഡ്
അല്ല. എനിക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ എനിക്ക് അയച്ചിട്ടിരുന്നാൽ മതി. ഞാനത് കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഇപ്പം എൻ്റെ റീഡിങ് എടുത്തിട്ട് മാത്രം നിങ്ങളുടെ പ്രശ്നം ഷെയർ ആവും എന്നില്ല. നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചേക്കാം. അത് കേട്ടിട്ട് ശേഷം നിങ്ങൾക്ക് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്, ഏത് എടുത്താലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത്, അത് ഞാൻ ചെക്ക് ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സോ ഇവിടെ ഈ റീഡിങ്ങിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഡ്രീംസിൽ അവർ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ പോകുന്നതായിരിക്കാം. അതേപോലെ അവരുടെ ഡ്രീംസിൽ നിങ്ങൾ മാത്രമാണ് അവരുടെ ഡ്രീംസിലേക്ക് വരുന്നത്. ഭയങ്കര രീതിയിലുള്ള അൺകണ്ടീഷണായിട്ടുള്ള ലവ് നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഡ്രീമിൽ വരുന്ന കാര്യമൊക്കെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ, റിയാലിറ്റിയിൽ അത് എങ്ങനെയെങ്കിലും പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട്ട് എത്രയും പെട്ടെന്ന് ഓടി വരണമെന്നാണ്. അതായത് 8 ഓഫ് വാൻഡ്സിൻ്റെ തന്നെ ഇവിടെ കാർഡ് വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഓടി വരണം, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈ ഒരു ഡിവൈൻ ടൈമിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നാണ് അവർ യൂണിവേഴ്സിനോട് പോലും പ്രാർത്ഥിക്കുകയാണ്. ഭയങ്കര ഡീപ്പായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു സഡനായിട്ടൊരു മിറർ, നിങ്ങളിപ്പം അവരെ ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ വരത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളും റീകൺസിലേഷൻ പോസിബിൾ ആവത്തില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ടൈമിലായിരിക്കും നിങ്ങളമ്മ കൂടുതലായിട്ട് ഇത് ഡിവൈൻ ഈ ഒരു കാര്യം പോസിബിൾ ആവാനുള്ള ചാൻസസ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു റീഡിങ്ങിനകത്തുള്ളത്. സോ നെക്സ്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ള എന്തൊക്കെ മെസ്സേജസ് ആണെന്ന് നോക്കാം. സോ നിങ്ങളുടെ പേഴ്സണാണെങ്കിൽ നിങ്ങളെ ഇപ്പം നേരിട്ട് കാണണമെന്നും നിങ്ങളുടെ കൈ ഹോൾഡ് ചെയ്ത് ഒരുപാട് നേരം ഇരിക്കണമെന്നും നിങ്ങൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നതും അതേപോലെ ഇനി സ്പെൻഡ് ചെയ്യുന്ന ടൈമും അവർക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ ഒരു നിമിഷമാണ് തിരിച്ചറിയുന്നത്. സോ നിങ്ങളുടെ കണ്ണിൽ നോക്കിയിരിക്കുക, ഒരുപാട് നേരം നിങ്ങളുടെ മുഖത്ത് നോക്കിയിരുന്ന് ആ ഒരു സ്നേഹം ഒക്കെ എക്സ്പ്രസ് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുക, ട്രാവൽ ചെയ്യുക, ഇതൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ സോളിലാണ് നിങ്ങളുടെ വോയിസ് ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ പാസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വോയിസ് മെസ്സേജസ് അവർ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകണം. അവർ വെറുതെ ഇരിക്കുന്ന ഒരു ടൈമിൽ പോലും, ഡേ ആൻഡ് നൈറ്റ് പോലും നിങ്ങളുടെ വോയിസ് അവരുടെ മനസ്സിൽ, അവരുടെ സോൾസിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന വിളിച്ചിരുന്ന ഓരോ ക്യൂട്ടായിട്ടുള്ള നെയിംസൊക്കെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതവർ കേൾക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളവരെ വിളിച്ചിരുന്ന, ചിലപ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾക്കിടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്ന പേരുകൾ കാണും. സോ അതൊക്കെ വിളിക്കാനും നിങ്ങളെ കേൾക്കാനും അവർ ഒരു നിമിഷം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അവർക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള നിങ്ങളുടെ കണ്ണും അതേപോലെ നിങ്ങളുടെ മൂക്കൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് നിന്നിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടം അതാണെന്നും. സോ നിങ്ങളുടെ കണ്ണിൽ അവർ ഭയങ്കര അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ നോസും എൻ്റെ കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ നോസിലും അവർ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അവർ ക്യൂട്ടായിട്ടുള്ള തിങ്ങായിട്ടാണ് അവർ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ കൂടെയുള്ള സമയത്തെല്ലാം അവർ പോലും അറിയാതെ അവരുടെ പെയിനെ നിങ്ങളെപ്പോഴും എടുത്ത് കളയുന്നുണ്ടായിരുന്നെന്നും, അവർക്ക് എന്ത് വിഷമത്തിലിരുന്നാലും എത്രത്തോളം സങ്കടമായിട്ടിരുന്നാലും അവർ പോലും അറിയാതെ അതൊക്കെ ഹീൽ ചെയ്യും. ആ ഒരു സിറ്റുവേഷന് ഒരു കറക്റ്റായിട്ടൊരു സൊല്യൂഷനും കൊടുക്കുകയും അത് ഹാൻഡിൽ ചെയ്യാനും നിങ്ങളെക്കൊണ്ട് ഒരുപാട് രീതിയിൽ പറ്റുമായിരുന്നു. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്ന പോലെ ഇതുവരെ അവരുടെ ജീവിതത്തിൽ റിയലായിട്ടുള്ള ഒരു വ്യക്തികളെ അവർ കണ്ടില്ല. നിങ്ങളായിട്ടുള്ളൊരു സ്നേഹബന്ധം, ആ ഒരു പ്രണയ ജീവിതം അവരൊരുപാട് ആസ്വദിച്ചിരുന്നു, എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കിയിരുന്നില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് വൈകിപ്പോയെന്ന് ആലോചിച്ച് അവർക്ക് ഒരുപാട് കുറ്റബോധം ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഒരു ഫീലിങ്സാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിപ്പോൾ. സോ വീഡിയോ നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. സോ പേഴ്സൺ റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർ എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ്ങും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.